ഹലോ ഗൈസ്, ഇന്നൊന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ പെമ്പിളാർ ഒരുങ്ങുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ലിപ്സ്റ്റിക് ഇടാനോ കണ്ണെഴുതാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ണെഴുതാൻ ഭയങ്കര പ്രാന്തിയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും പൊതുവെ ഞാൻ പുറം പോർഷൻ കണ്ണിൻ്റെ മോൾ പോർഷനല്ലേ എഴുതാറുള്ളൂ. ഇന്ന് ഞാൻ താഴെ പോർഷനും കൂടി എഴുതിയാലോ എന്ന് ആലോചിച്ചു ഗൈസ്. നിങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുങ്ങാനേ മറന്നു പോയ ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മോൾ പോർഷനും താഴെ പോർഷനും ഒരേപോലെ എഴുതി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ ഉള്ള ഒരാളാണ് ഡാസ്ലറിൻ്റെ ഐലൈനർ. വേറെ ബ്രാൻഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എനിക്കിതിനോട് ഭയങ്കര ഒരു പ്രേമമാണ് കേട്ടോ. കാരണം ഇതാണ് എൻ്റെ കണ്ണിന് കറക്റ്റ് ഒരു ഫിനിഷിങ്ങിൽ എത്തിക്കാൻ സഹായിക്കാറുള്ളത്. പിന്നെ എൻ്റെ കണ്ണിൽ അത്യാവശ്യം നല്ലപോലെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. വാട്ടർ വെച്ചാൽ ഞാൻ കണ്ണ് കഴുകിയിട്ടുണ്ടെങ്കിൽ മാറും, പക്ഷേ അതിങ്ങനെ ഒപ്പിയെടുക്കുകയാണെങ്കിൽ അതുപോലെ എൻ്റെ കണ്ണിനോട് അതിന് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്താണെന്നറിയില്ല. പിന്നെ മോൾ പോർഷൻ എഴുതാനായിട്ട് എനിക്കിങ്ങനെ പുഷ്പം വരയ്ക്കണ പോലെ വളരെ എളുപ്പമാണ് കേട്ടോ. കാരണം അതെന്താ അറിയില്ല, ഇങ്ങനെ എഴുതി ഞാനാക്കുവന്നുകൊണ്ടായിരിക്കും. എൻ്റെ കണ്ണിനെ എൻ്റെ കൂട്ടുകാർ പണ്ട് തൊട്ടേ എന്താണെന്ന് പറയും, കൊതുമ്പ് വെള്ളം, ചുണ്ടൻ വെള്ളം എന്നൊക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഫിനിഷിങ് മാത്രമല്ല, പിന്നെ താഴെയും കൂടെ എഴുതുമ്പോഴാണ് ഗൈസ് വേണോ വേണ്ടോ എന്നിങ്ങനെ ഞാൻ ആലോചിക്കണതാണ്. കാരണം എനിക്ക് കണ്ണ് കുറേ നാളിങ്ങനെ എഴുതുമ്പോൾ എനിക്ക് കണ്ണ് നല്ലപോലെ കടിക്കും. പിന്നെ എൻ്റെ കൈയൊക്കെ വിറച്ച് തുടങ്ങി. എൻ്റെ കണ്ണിനകത്ത് നല്ലപോലെ ഐലൈനർ ബ്ലെൻഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കടും കളറിൽ എഴുതിയ സ്ഥലത്ത് നല്ലപോലെ ചൊറിയാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഞാൻ തൂത്ത് കളഞ്ഞു. കാരണം ഭയങ്കര സെൻസിറ്റീവാണ് എൻ്റെ ശരീരം, എൻ്റെ ഫുൾ ബോഡി. കാരണം അടിച്ചാലോ പിച്ചാലോ ഒക്കെ നല്ലപോലെ എൻ്റെ ഇങ്ങനെ തടിപ്പ് വരും കേട്ടോ, നീര് വന്ന പോലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ആദ്യമൊക്കെ മറന്നുപോയി എങ്ങനെ ഇവിടെ എഴുതി തുടങ്ങണ്ടേന്ന്. കാരണം ഞാൻ എഴുതാറില്ല, വർഷങ്ങളായി എഴുതിയിട്ട്. പിന്നെയാണ് ഓർത്തത് ഗൈസ്. ഔട്ടർ ലൈൻ ഇട്ടിട്ടായിരുന്നു ഞാൻ ഇന്നർ ലൈൻ ഫില്ല് ചെയ്യാറ്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നർ ലൈൻ ആദ്യം എഴുതിയിട്ട് ഞാൻ ഔട്ടർ ലൈനായിട്ട് പണിയുമായിരുന്നു. പിന്നെ എൻ്റെ കണ്ണിന് എന്നാ നടത്തില്ല, ഒരു ഏങ്കോണിച്ച ഒരു വൃത്തികെട്ട ഭാഗമുണ്ട്. ആ മൂക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അതിന് എനിക്ക് മാത്രം തോന്നുന്നതാണോ എന്നറിയത്തില്ല. ആണെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തൊക്കെയോ ഞാൻ കാണിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ പറയൂ, എൻ്റെ ഈ കണ്ണാണ് ഈ കണ്ണ് ഇങ്ങനെ എഴുതാണോ ഗൈസ് നല്ലത്, ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഗൈസ്. കാരണം നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ ഇനി എഴുതിക്കൊണ്ട് നടക്കാം. അങ്ങനെ മറ്റേ കണ്ണ് എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് നാക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഔട്ടർ ലൈൻ വരച്ചിട്ട് കണ്ട ഗൈസ്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചു. എന്നിട്ട് ഞാൻ ഇന്നർ ലൈൻ ചിലപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ കൺമെഷീൻ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. അതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ കണ്ണൊക്കെ എഴുതി എല്ലാം അടിച്ച് പൊളിച്ച് സെറ്റായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിള്ളേരൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഗൈസ് നമുക്ക് നമ്മളുടെ കാര്യങ്ങളിലേക്ക് ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ചങ്കുട്ടിയുടെ സമയത്താണ് അത് ഒട്ടും ശ്രദ്ധിക്കാൻ. പക്ഷേ കുഞ്ഞിപ്പാറൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, നമ്മളിങ്ങനെ വൃത്തിയില്ല നടന്നിട്ട് കാര്യമുണ്ടോ, നാളെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരവരുടെ കാര്യം നോക്കി പോകും. പിന്നെ നമ്മളിങ്ങനെ അമ്മച്ചിക്കോലം കെട്ടിയിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുങ്ങാൻ തുടങ്ങിയാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കണ്ണുകൾ ഉണ്ട കണ്ണാണ് ഗൈസ്. കണ്ണെഴുതി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനിയും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും വിറപ്പിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ഉമ്മ.